അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മൾ എല്ലാ കാര്യത്തിനും അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ടല്ലേ? എന്നാൽ നമ്മുടെ ദുആന് ഉത്തരം കിട്ടാറുണ്ടോ? നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കാറുണ്ടോ? അങ്ങനെ ദുആന് ഉത്തരം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എവിടെയോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലാഹു തആല നമ്മുടെ ദുആ സ്വീകരിക്കാതിരിക്കാനുള്ള എന്തോ കാര്യം നമ്മളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഏത് സമയത്താണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്, ബഹുമാനപ്പെട്ട തഴവ മുഹമ്മദ് മുസ്ലിയാർ വളരെ വ്യക്തമായി നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. ഒരു 10 കാര്യം അത് ശ്രദ്ധിച്ച് നമ്മൾ ദുആ ചെയ്താൽ, ആ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് നമ്മൾ ദുആ ചെയ്താൽ നിശ്ചയമായും ദുആന് ഉത്തരം കിട്ടുമെന്ന് ബഹുമാനപ്പെട്ടവർ ഓരോ കിതാബുകൾ അടിസ്ഥാനമാക്കിയിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും വന്ന കാര്യങ്ങൾ നമ്മെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഏതായാലും ഉസ്താദിന്റെ ആ വരികളിലോട്ടൊന്ന് പോയാലോ? ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട, റബ്ബിന്റെ വാതില് മുട്ടണം മടിക്കണ്ട, തുറക്കും ക്ഷണം അത് സോദരാ വിധിയുള്ളതാ, ഖുർആനിലായി നമ്മോട് പ്രഖ്യാപിച്ചതാ. അൽ-ബഖറയിൽ നീ നോക്കിയാൽ കാണുന്നതാ, സൂറത്ത് മുഅ്മിനിലും പരസ്യം ചെയ്തതാ. കുമ്പാരമായി നീ തെറ്റു ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബാ പിന്നെയും. ആരും എനിക്കില്ലല്ലോ നീയല്ലാതെ എന്നും പറഞ്ഞു നീ തേടണം വല്ലാതെ, എന്നാൽ അവൻ അതിനുത്തരം ചെയ്യുന്നതാ, ഓർത്തിട്ടു നീ തന്നെപ്പോഴും കരയുന്നതാ. പ്രാർത്ഥന നമുക്കില്ലാതെ വന്നാൽ റബ്ബ് കാട്ടുന്നതല്ല നമ്മളോടൊരു ഹുബ്ബ്, പ്രാർത്ഥിക്കുവാൻ നമ്മോടവൻ കൽപ്പിച്ചതാ, ഇല്ലാതിരുന്നാൽ നമ്മളെ തള്ളുന്നതാ. സൂറത്തു ഫുർഖാനിൽ അവൻ വിവരിച്ചതാ, എന്നുള്ളതല്ലടിമത്വവും കാട്ടുന്നതാ. പ്രാർത്ഥിക്കുവാൻ തൗഫീഖ് ചെയ്താൽ പിന്നെ അതിനുത്തരം ഉണ്ടെന്ന് ലക്ഷ്യം തന്നെ. പ്രാർത്ഥന ഇബാദത്താ ഹബീബേ എന്ന് നുഅ്മാനവർ പറയുന്നു നബിയിൽ നിന്ന്. വിശ്വാസികൾക്കുള്ളായുധം ദുആയെന്ന് തിരുമുസ്തഫ നബി തന്നതും പറയുന്നു. അതുമാത്രമല്ല ഇബാദത്തിനിത് മജ്ജയാ എന്നും ഹദീസിൽ വന്നതും ശരി തന്നെയാ. മൂന്നിൽ ഗുണം ഏതെങ്കിലും ഒന്നുള്ളതാ, പ്രാർത്ഥിച്ചിരുന്നാൽ നിശ്ചയം കിട്ടുന്നതാ. ചോദിച്ചതപ്പോൾ തന്നിടുന്നതു തന്നെ, അല്ലാത്ത പക്ഷം ആഖിറത്തില് പിന്നെ. ഇവ രണ്ടുമല്ലെങ്കിൽ പൊറുക്കല് തന്നെ, നബി തങ്ങളിൽ നിന്നുള്ളതാണിതു പൊന്നെ. പ്രാർത്ഥിക്കുവാൻ 10 അദബുകൾ അറിയേണ്ടതാ, അറിയാതിരുന്നാൽ ഉത്തരം മുട്ടുന്നതാ. അതിലൊന്ന് സമയം നോക്കണം എന്നുള്ളതാ, അറഫാ ദിനം അതിനേറ്റവും പറ്റുന്നതാ. റമളാന്റെ ദിവസം മുഴുവനും സങ്കേതമാ, അതുപോലെ യൗമുൽ ജുമുഅത്തും കെങ്കേമമാ. രാവിന്റെ മധ്യം നല്ലതാണെല്ലാ ദിനം, അതു തന്നെ മണി 2 ശോഭനം. രണ്ടാമതായി സന്ദർഭവും നീ നോക്കണം, മഴ പെയ്തിരിക്കും സമയമിൽ ചോദിക്കണം. ബാങ്കും ഇഖാമത്തിന്റെ ഇടയ്ക്കും നല്ലതാ, നിസ്കാര ശേഷം ഏറ്റവും ഫലമുള്ളതാ. രണ്ടാം സലാം വീട്ടിക്കഴിഞ്ഞാൽ ഇന്ന് പതിവുള്ളതാ എന്തോ ചിലർ മണ്ടുന്ന്.
ചോദിക്കുവാൻ അവർക്കില്ല റബ്ബോടൊന്നും എന്നുള്ള മട്ടാപ്പോക്കു കണ്ടാലെന്നും. നിസ്കാരശേഷം വേണ്ടതാ ദുആയെന്ന് വീണ്ടും എടുത്ത് മുജാഹിദും പറയുന്നു. അതുമാത്രമല്ല ഒഴിച്ചിരുന്നാലോ അത് ദുർലക്ഷണം എന്നാണെടോ പറയുന്നത്. സുജൂദിലായി ചോദിക്കലേറ്റം നല്ലതാ എന്ന് ഇബ്നു അബ്ബാസ് എന്നവർ പറയുന്നതാ. അദാബിദിൽ മൂന്നാമതായി വേണ്ടുന്നതാ കിബിലക്കു നേരെ ഇരിക്കണം എന്നുള്ളതാ. ഒറ്റയ്ക്കിരുന്ന് ദുആയിരുന്നാലാണിത് ഇമാമ് വലഭാഗം തിരിഞ്ഞാ വേണ്ടത്. അതുപോലെ തന്നെ നബിയുന ചെയ്യുന്നതായി ജാബിർ റിവായത്തുണ്ടടോ താൻ കണ്ടതായി. ഇമാമിനുള്ള ദുആ ചുരുക്കല് നന്നാ തശഹുദിൽ കവിയാതിരിക്കാൻ സുന്നാ. അൽബറക്കത്ത് എന്നറ നോക്ക് നീ 362 നിന്നെടുത്തിത് തൂറ്റി. പ്രാർത്ഥിക്കുവാൻ ഇരു കയ്യുയർത്തല് സുന്നാ. തെളിവും സുയൂത്തി താൻ തരുന്നത് തന്നാ. ഒരു 40 പുറമേ ഹദീസ് ഇതിനുണ്ട് എന്നും സുയൂത്തി റിസാലയാൽ അറിവുണ്ട്. അതുമാത്രമല്ല സ്വഹാബികൾ പലരുണ്ട് എണ്ണുന്ന പക്ഷം 20 പരമുണ്ട്. അനസ് ഇബ്നു മാലിക് താനതിൽ ഒന്നാമനാ. ഉസാമത്തും അതുപോലെ ബുദ്ദർദാഉനാ. ചുമലിന്റെ നേരെ ഉയർത്തണേ താഴ്ത്തല്ലേ മുത്തനജ്ജിസാക്കരമെങ്കിലോ ഉയർത്തല്ലേ. മുഖത്തോടടുത്തിരു കൈകളും നീട്ടേണ്ടതാ. പിരിക്കാതെ ചേർത്തു പിടിച്ചു പ്രാർത്ഥിക്കേണ്ടതാ. ഇതുപോലെ തിരുനബി ചെയ്യലും പതിവുള്ളതാ എന്ന് ഇബ്നു അബ്ബാസ് എന്നവർ പറയുന്നതാ. ഇതുപോലെ തന്നെ ഒന്നിൽ വന്നതാ 235 വിവരിച്ചതാ. അബൂ സുലൈമാൻ എന്നവർ മെഹ്റാബിലായി ശൈത്യം കടുത്തൊരു രാത്രിയിൽ പ്രാർത്ഥിക്കലായി. ഒരു കൈ ജഡത്തിൽ അമർത്തി മറു കൈ നീട്ടലായി. പ്രാർത്ഥന തുടർന്നിടയിൽ തനിക്കു മയക്കമായി. അബൂ സുലൈമാൻ എന്ന വിളിയും കേൾക്കലായി. കാണിച്ച കയ്യിൽ തന്ന് എന്നുണർത്തുന്നതായി. മറു കയ്യു കൊണ്ടും നീ സുആൽ ചെയ്തെങ്കിലും നിറയ്ക്കുന്നതാണുടൻ തന്നെ ഞാനാ കയ്യിലും. ഉടൻ തന്നെ താനൊരു ശപഥവും ചെയ്തെന്ന് ഇരു കൈ നീട്ടാതില്ല ദുആ എനിക്കെന്ന്. ഇത് അൽബിദായത്തു വന്നിഹായ 9 കാണുന്നതാണ് 256. അതുപോലെ തന്നെ ദുആ കഴിഞ്ഞാൽ 2 കൈകൊണ്ട് മുഖവും തടവണം എന്നുണ്ട്. തടവാതെ കൈ ചിലർ മുത്തല പതിവിന്ന്. അസിലില്ലതിന് ബുജൈരിമി പറയുന്നു. കൈ 2 കൊണ്ടും നബിമുഖം തടവുന്നതായി ഉമർ ഇബ്നു ഖത്താബ് എന്നവർ പറയുന്നതായി. ശബ്ദം അടക്കി ഒതുക്കി വേണം നാലിതാ. ശബ്ദം കടുത്താൽ അതിന് അദബില്ലാത്തതാ. ശബ്ദം അടക്കി ചോദ്യമായി സക്കരിയ. അതിനാൽ റബ്ബ് സ്തുതിച്ചതായ നബിയ. മറിയം അതിൽ ഇത് വന്നതാണ് ജലിയ. അതുപോലെ തന്നെ ദുആ ഇരക്ക് ഖഫിയ.
പ്രാസത്തിലായി പ്രാർത്ഥിക്കുവാൻ തുനിയണ്ട, താഴ്മയ്ക്ക് ഭംഗം നേരിടും അത് കൊണ്ടാ. പ്രാസത്തിലല്ല സോദര കഴമ്പുള്ളത്, അഞ്ചാമതായി വേണ്ടുന്ന ഒന്നാണ് ഇത്. പ്രാസം കലർന്നതു ആ ഹദീസിൽ ഉള്ളതാ, പ്രാസം നബിക്കൊരു ലക്ഷ്യമല്ലത് വന്നതാ. ആറാമതായി ഭയഭക്തിയും വേണ്ടുന്നതാ, അതോടെ താഴ്മയിൽ തന്നെ യാചിക്കേണ്ടതാ. ദാസന്റെ താഴ്മയിലുള്ള ചോദ്യം റബ്ബിനും സന്തോഷമുള്ളതു തന്നെയാണ് അംലാക്കിനും. ഉറപ്പോടുകൂടി തന്നെ ചോദ്യം വേണ്ടതാ, ആദാബതിൽ ഏഴാമതായി ചെയ്യേണ്ടതാ. ഇതിനുത്തരം ചെയ്യുന്ന റബ്ബാനാഥനാ എന്നുള്ളുറപ്പിൽ ചെയ്യണം നീ പ്രാർത്ഥന. ആകാശഭൂമികൾ സകലതും അവനുള്ളതാ, അവനോടു തന്നവ മുഴുവനും തെണ്ടുന്നതാ. അവനുള്ള കഴിവിനതീതമായി യാതൊന്നും ഇല്ലെന്നുറച്ചോ സോദരാ നീയെന്നും. ഇവയൊക്കെ നീ ചിന്തിച്ചിരുന്നാൽ സംശയം ഇല്ലാതെ ചോദ്യം ചെയ്തിടും അത് നിശ്ചയം. എട്ടാമതായി ആവർത്തനം വേണ്ടുന്നതാ, അത് ഇബ്നു മസ്ഊദ് റിവായത്തുള്ളതാ. ആവർത്തനം സൃഷ്ടാവിനിഷ്ടം കൂട്ടുമേ, അത് സൃഷ്ടികൾ കേട്ടാലുടൻ അവരാട്ടുമേ. പ്രാർത്ഥിച്ചു മൂസ സോദരൻ ഹാറൂന, ആമീൻ പറഞ്ഞത് പിന്നെ അർബഊന. വർഷം കഴിഞ്ഞാണുത്തരം അതുപോലെ, ചെയ്യുന്ന റബ്ബ നമ്മളിൽ വഴി പോലെ. ക്ഷണമുത്തരം കേട്ടാത്തതിൽ മുഷിയണ്ട, പടിവാതിലിൽ നിന്നിട്ടു നീ ഒഴിയണ്ട. പിന്തിക്കുവാൻ ചില കാരണം കണ്ടേക്കാം, അതുമാത്രമല്ല ഖൈറതിൽ വന്നേക്കാം. അമലൊന്നുമില്ലാതുള്ള പ്രാർത്ഥനവില്ല, വഹവെന്നവർ പറയുന്നു ഞാൻ അതിനില്ല. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു ചോദിച്ചു തിരുനബിയോട് സ്വല്ലല്ലാഹു, ചെയ്യും ദുആ ഞാൻ തങ്ങളെ റബ്ബോട്, ഇല്ലാത്തതെന്താണ് ജവാബെന്നോട്. കടന്നെന്നു വന്നാൽ ഭക്ഷണം ഉദരത്തിലേ, ഒരു പിടിമതി സഅദേ നിഷിദ്ധം എങ്കിലേ. 40 ദിനം അവനില്ല ഇതിനാലുത്തരം, അതുകൊണ്ടൊഴിച്ചോ ഭക്ഷണം നീ ഇത്തരം. പിന്നീട് താൻ തിന്നാനിരുന്നാലൊന്ന്, നോക്കും ഹലാലോ അംഹറാമോ എന്ന്. അതിനാല് സഅദ് ദുആയിരുന്നാലെന്ന്, ഉടനുത്തരം കിട്ടുന്ന പതിവും വന്ന്. ചിന്തിച്ചു നോക്ക് സഹോദരാ നീ ഒന്ന്, ദഹിക്കുന്നതെല്ലാം നല്ലതാ നമുക്കിന്ന്. നമുക്കുത്തരം കേട്ടാതെ നാം കുഴയുന്ന്, റബ്ബുത്തരം ചെയ്യാനതാ വെമ്പുന്ന്. ദഹിച്ചു കുഴയുന്നൊട്ടകം നടക്കുന്ന്, മുതുകിന്റെ മുകളിൽ വെള്ളവും കിടക്കുന്ന്. ഹംദും സ്വലാത്തും കൊണ്ട് നീ തുടങ്ങേണ്ടതാ, ആദാബതിൽ ഇത് 9 എണ്ണേണ്ടതാ. അതുപോലെ തന്നെ സ്വലാത്തിനാൽ തീർക്കേണ്ടതാ, അതിനാൽ അതിൻ്റെ ഇടയ്ക്കുള്ളതും തട്ടാത്തതാ.
സുന്നത്തു തന്നാ റബ്ബന തഖബ്ബൽ മിന്നാ മുതൽ അവസാനമിൽ നീ ചൊല്ലൽ. സുബ്ഹാന റബ്ബിക എന്നതും ഖദ് സുന്നാ, അത് മുഴുവനും വേണ്ടുന്നതും ശരി തന്നാ. കണക്കറ്റ ഫലവും ഓതിയാൽ അതിനുണ്ട് എന്നും അലിയെ തൊട്ട് സ്വാവിയിലുണ്ട്. നിസ്കാര ശേഷമതോതുമേ നബിയെന്ന് അബൂ സഈദുൽ ഖുദരിയും പറയുന്നു. സിറാജുൽ മുനീറിൽ നോക്ക് 2 വന്നതാ, 25 പേജതിൽ കാണുന്നതാ. 10 വേണ്ടുന്ന ഒന്നാ തൗബ, ഇവ 10 മൊത്താൽ ഉത്തരം ലാ റൈബ. നീ ചന്ദന പൂട്ടിട്ടിരുന്നും കൊണ്ട് പ്രാർത്ഥിച്ചിടല്ലേ സോദരാ, വെറുപ്പുണ്ട്. ചിലർക്കുള്ള പ്രാർത്ഥന രീതി നല്ല വിചിത്രമാ, മാന്തിച്ചൊറിഞ്ഞും കൊണ്ട് ആമീൻ മാത്രമാ. ചിലർക്കുള്ള കൈ ഒന്നെപ്പോഴും മീശയിക്കാ, ചിലരോ ദുആ ചെയ്യും കരം താടിക്കാ. ഇതുപോലെ അദബില്ലായ്മ ഇനിയും ഉണ്ട്, ക്ഷമിക്കുന്നു റബ്ബിതുപോലെ പലതും കണ്ട്. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയം തുമ്മിയാൽ അതിനുത്തരം ചെയ്തെന്നു തെളിവാ റബ്ബിനാൽ. ശ്രദ്ധിക്കണേ ഇത് സ്വാഹിബുൽ ബുർഹാനി, നബി മുസ്തഫ മൊഴിയാറവത്തൊബിറാനി. ഇനി ബിഗിയയിൽ പറയുന്ന മറ്റൊരു തെളിവിതാ, 46 പേജതിൽ വിവരിച്ചതാ. രോമാഞ്ചവും ഭയവും ഞെടുക്കം വന്നാൽ ഉടനുത്തരം ചെയ്തെന്നു തെളിവാണെന്നാൽ. ഉള്ളിൽ ഒരുന്മേഷം ഉടൻ ജനിക്കുന്നതാ, ചുമടൊന്നിറക്കിയ പോലെയും തോന്നുന്നതാ. കണ്ണെന്ന മേഘം തൽക്ഷണം പെയ്യുന്നതാ, കൽബിന് ബദറും കൊണ്ടതും തിങ്ങുന്നതാ. നീ ഞങ്ങളിൽ കൃപ ചെയ്യണേ യാ റബ്ബനാ, ഉറപ്പിക്കണേ ഇളകാതെയും ഈമാനനാ. പ്രാർത്ഥിക്കുവാൻ തൗഫീഖ് താ ഹന്നാനേ, നീ ഏറ്റവും കാരുണ്യവാനാ കോനേ. ഗുണം ചെയ്യണേ റബ്ബി നബിക്കും ആലിനും അസ്ഹാബിനും ദുആയുള്ള കാലം മുഴുവനും. ഒരുപാട് കാര്യങ്ങൾ മഹാനവറുകൾ ഇതിൽ പറയുന്നുണ്ട്. ഓരോരോ സമയങ്ങള്, അതുപോലെ തന്നെ അദബുകള്, എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് വന്നാൽ ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് കിതാബുകൾ തെളിവാക്കിയിട്ട് മഹാനവറുകൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്, എന്നിട്ട് എന്താണ് അല്ലാഹു എനിക്ക് ജവാബ് ചെയ്യാത്തത്, എന്റെ ദുആന് ഉത്തരം ചെയ്യാത്തത് എന്താണ് നബിയെ എന്ന് ചോദിക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി ബഹുമാനപ്പെട്ടവർ ഇവിടെ കൊടുക്കുന്നുള്ളത്, കടന്നു വന്നാൽ ഭക്ഷണം ഉദരത്തിലേ, ഒരു പിടി മതി സഅദേ നിഷിദ്ധം എങ്കിലേ, 40 ദിനം അവനില്ല ഇതിനാലുത്തരം, അതുകൊണ്ടൊഴിച്ചോ ഭക്ഷണം നീ ഇത്തിരം, പിന്നീട് താൻ തിന്നാനിരുന്നാലൊന്ന്, നോക്കും ഹലാലോ അം ഹറാമോ എന്ന്, അതിനാൽ സഅദ് ദുആയിരുന്നാലന്ന്, ഉടനുത്തരം കിട്ടുന്ന പതിവും വന്ന്. എന്താ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തത്? നമുക്ക് അവകാശമില്ലാത്ത ഭക്ഷണം, അതായത് ഹലാലല്ലാത്ത ഭക്ഷണം നമ്മൾ ഭക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ ദുആഇന് ഉത്തരം കിട്ടൂല. പിന്നെ സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, എവിടെ ഭക്ഷണം കഴിക്കാനിരുന്നാലും ഞാനൊന്ന് നോക്കും അത് ഹലാലാണോ ഹറാമാണോ എന്ന്. ഹലാലാണെങ്കിൽ മാത്രമേ കഴിക്കാറുള്ളൂ. പിന്നീട് അങ്ങോട്ട് ബഹുമാനപ്പെട്ടവർ ചോദിക്കുന്ന ചോദ്യത്തിന്
ഉടനെ തന്നെ ഉത്തരം കിട്ടൽ പതിവായിരുന്നു എന്നാണ്. എന്നാൽ നമ്മുടെ അവസ്ഥ എന്താണ്? എന്ത് ഭക്ഷണം കിട്ടിയാലും നമ്മൾ കഴിക്കും. അത് എവിടുന്ന് വന്നു, എങ്ങനെ വന്നു, ഹലാലാണോ ഹറാമാണോ ഒന്നും ചിന്തിക്കാറില്ല അല്ലെ? ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, എൻ്റെ അവസ്ഥ തന്നെ ഞാൻ ഓർക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലായ ഭക്ഷണം മാത്രം നമുക്ക് കഴിക്കാനും നമ്മുടെ കുടുംബത്തിനെ കഴിപ്പിക്കാനും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ഇതിൽ പറഞ്ഞ ഒരുപാട് സമയങ്ങളും ഒരുപാട് അദബുകളും ആദാബുകളൊക്കെ ഉണ്ട്. ഹംദ് കൊണ്ട് സ്വലാത്ത് കൊണ്ട് തുടങ്ങുകയും അതുപോലെ തന്നെ സ്വലാത്ത് കൊണ്ട് അവസാനിപ്പിക്കുകയും വേണം. എന്നാൽ ഈ സ്വലാത്തിന്റെ ഇടയിലുള്ള ആ ദുആഇനെ അല്ലാഹു തആല തട്ടൂല എന്നാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് അതുപോലെ ദുആ ചെയ്യാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹു തആല പുറത്തു തരുമാറാവട്ടെ. അല്ലാഹു തആല ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.